കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണും ഒരു വലിയ വിജയമായി മാറിയെന്ന് KCA സെക്രട്ടറി വിനോദ് കുമാർ. വരുന്ന സീസണുകളും കൂടുതൽ ഭംഗിയാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ലീഗിന്റെ രണ്ടാം സീസൺ അതും വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം KCA സെക്രട്ടറി വിനോദ് കുമാർ ചേരുന്നുണ്ട്. വിനോദേട്ട, രണ്ടാമത്തെ സീസണും വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അതെ, ആദ്യത്തെ സീസണെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും വളരെ ഇതുണ്ടായിരുന്നു. ഇന്ന് തന്നെ ക്രൗഡ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫൈനലിനേക്കാളും ഓൾമോസ്റ്റ് ഒരു ഇരട്ടിയോളം ക്രൗഡുണ്ടായിരുന്നു. മറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഫൈനൽ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഒരു ഓൺ സൈഡഡ് ആയിപ്പോയെങ്കിലും ബാക്കി അറേഞ്ച്മെൻറ്റ്സും ക്രൗഡിൻ്റെ സപ്പോർട്ടും എല്ലാം വളരെ നന്നായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും വളരെ നമ്മൾ മുന്നോട്ട് പോയി. ഇനി നെക്സ്റ്റ് സീസണിലൊരു വിമൻ ലീഗും കൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ് KCAയുടെ പ്ലാൻ. ഇനി ഒരു 2 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഒരു നമ്പർ 1 ലീഗാകാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് യുവതാരങ്ങളെ വളർത്തിക്കൊണ്ട് വരിക, അവർക്കൊരു പ്ലാറ്റ്ഫോം, അവരെ നാഷണൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിലൊരു പരിധി വരെ ആദ്യ സീസണിൽ കുറേ അധികം താരങ്ങൾ വിവിധ ടീമിലെ ട്രയൽസിൽ പോയിരുന്നു. ഇത്തവണ പല ടീമുകളുടെ കിരൺമാർ അടക്കമുള്ളവർ ഇവിടെ വരുന്നു. അവർ കുറേ അധികം ആൾക്കാരെ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അറിയുന്നു. അതെ, മിക്കവാറും എല്ലാ IPL ഫ്രാഞ്ചൈസികളുടെയും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇത്തവണ നമ്മുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസ് ആയിട്ടുള്ള കുറേയധികം മത്സരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് എപ്പോഴും ഇപ്പോൾ ഈ മറ്റ് ടീമുകളോ ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവരോ മറ്റ് ടീമുകളുടെ ആൾക്കാരോ അവരെല്ലാവരും അങ്ങനെ ഒരു ക്ലോസ് ആയിട്ടുള്ള കുറച്ച് മാച്ചസൊക്കെ വരുമ്പോഴാണ് ഈ ഒരു ടൂർണമെൻറ്റ് ഈ പുറത്തുള്ളവരുടെ ഒരു ശ്രദ്ധ ആകർഷിക്കുന്നത്. അപ്പോൾ ഇത്തവണ അത് സംഭവിച്ചു. കഴിഞ്ഞ സീസണേക്കാളും വളരെ ക്ലോസ് ആയിട്ടുള്ള കുറേയധികം മാച്ച്. അതുപോലെ ഇപ്പോൾ സൽമാൻ്റെ ഒക്കെ അതൊക്കെ എന്താണ് ഒരു വളരെ വളരെ റെയറായിട്ടല്ല ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെർഫോമൻസസ് വരുമ്പോൾ നമ്മുടെ സൽമാനോടൊപ്പം തന്നെ നമ്മുടെ ടൂർണമെൻറ്റ് ശ്രദ്ധിക്കപ്പെടും. അങ്ങനെയാണ് ഈ ടൂർണമെൻറ്റ് വളരുന്നതും അങ്ങനെ ഒരു പേരുണ്ടാക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് ഇത്തവണ സംഭവിച്ചിട്ടുണ്ട്. സൽമാൻ്റെ ഒരു ഇന്നിങ്സും അതുപോലെ കൃഷ്ണദേവൻ്റെ ഇന്നിങ്സും ഒക്കെ നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് പോലും വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ ഒരു യുണീക്കായിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ ഒരു 6 ബോളിൽ 5 6 വരുന്നു, അല്ലെങ്കിൽ 12 ബോളിൽ 11 6 ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് പറയേണ്ടത്, ഒരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ള പെർഫോമൻസാണ്. അപ്പോൾ അത് കാരണം തന്നെ ടൂർണമെൻറ്റിൻ്റെ ഒരു പേരും അതിനോടൊപ്പം തന്നെ വളരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇത്തവണ സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതിനേക്കാളും ഗംഭീരമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കുറച്ച് യങ്സ്റ്റേഴ്സ്, പുതിയ ആൾക്കാർ അതുപോലെ കയറി വരുന്നുണ്ട്. ഒരു നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ പുതിയ ആൾക്കാർ, ഒരു 18-19 വയസ്സൊക്കെയുള്ള നമ്മുടെ അണ്ടർ 19 ഏജ് ഗ്രൂപ്പിലൊക്കെയുള്ള കുറച്ച് നല്ല പ്ലേയേഴ്സ് വരുന്നുണ്ട്. ഒരു ലിമിറ്റഡ് ഓവേഴ്സ് കളിക്കാൻ വരുന്നു. അപ്പോൾ അങ്ങനെ ഇനി അവർ കയറി വരും. അതിനനുസരിച്ച് നമ്മുടെ ലീഗും വളരും എന്നുള്ളത് തന്നെയാണ്. സഞ്ജുവിൻ്റെ വരവ് അത് വലിയ രീതിയിൽ എനിക്കൊന്ന് ആരാധകരെ അടക്കം ഒപ്പം നാഷണൽ ലെവലിൽ വലിയൊരു വാർത്തയാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ സഞ്ജു ഇവിടെ കളിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് അവിടെ പോസ്റ്റ് ചെയ്യുന്നു, വിഷ്ണു വിനോദ് കളിക്കുന്നത് പഞ്ചാബ് കിങ്സ് പോസ്റ്റ് ചെയ്യുന്നു, സച്ചിൻ ബേബിയുടെ പ്രകടനം ഹൈദരാബാദ് പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നാഷണൽ ലെവലിലും ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. അല്ല, അങ്ങനെ തന്നെയാണ്. കാരണം ഏത് സ്റ്റേറ്റ് ലീഗ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാ സ്റ്റേറ്റ് ഈവൻ ഇപ്പോൾ മുംബൈ ആകട്ടെ ഏത് സ്റ്റേറ്റ് ലീഗിലായാലും പ്രമുഖ താരങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് BCCIയുടെ ഒരു ഡയറക്ഷൻ. അങ്ങനെയാണ്. അപ്പോൾ അത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ഫ്രാഞ്ചൈസീസ് ആകട്ടെ അവരെല്ലാവരും അവരുടെ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസിനെ അവരെപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ വഴിയെല്ലാം പ്രൊമോട്ട് ചെയ്യും. അതാണ് ഒരു വലിയൊരു പബ്ലിസിറ്റി കിട്ടുന്നതും. അപ്പോൾ ഇങ്ങനെ ഒരു ലീഗിനെ പറ്റിയ ഒരു ടോക്ക് വരുമ്പോൾ തന്നെ ഇതിലുള്ള പുതിയ ആൾക്കാരുടെ പെർഫോമൻസും വിലയിരുത്തപ്പെടും. അത് നമ്മുടെ യങ്സ്റ്റേഴ്സിനും എല്ലാം വളരെ ഗുണകരമാണ്. അപ്പോൾ എന്തായാലും അത് തന്നെയാണ്. അതായത് ഈ സീസൺ കഴിഞ്ഞ സീസണിലേക്കാൾ കുറച്ചും കൂടി ഒരുപടി മുകളിലാണ്. ഇനി വരാനിരിക്കുന്ന സീസണുകൾ ഇതിലും വലിയ രീതിയിൽ വിജയിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ഒപ്പം വനിതാ ലീഗ് കൂടി വരുന്നുണ്ട്. എന്തായാലും കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം MD കുമാർ, ജനം.